ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, എഴുതി കാണിച്ചു തരികയാണ്, അല്ലെങ്കിൽ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഈ ആളെ അറിയിക്കാൻ നമ്മൾ പറയുന്ന വ്യത്യസ്തമായ രീതികളാണ് അല്ലേ. എനിക്ക് മനസ്സിലായില്ല, ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്, പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് മറ്റൊരാളെ അറിയിക്കുന്ന വ്യത്യസ്തമായ ശൈലികളാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ലളിതമാണ്. പാഡൻ. പാഡൻ, ക്ഷമിക്കണം, എന്താ പറഞ്ഞേ മനസ്സിലായില്ല? പാഡൻ. പാഡൻ എന്ന് പറയാം, അതിന്റെ കൂടെ ശരിക്കും ഇതും കൂടെ കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ്. ഐ ഡിഡ്ന്റ് ഹിയർ യു. ഐ ഡിഡ്ന്റ് ഹിയർ യു. നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല. പാഡൺ മീ, ഐ ഡിഡ്ന്റ് ഹിയർ യു. ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അതൊക്കെ കൂടെ പറയണമെന്നില്ല. സാധാരണ ഒരു അമേരിക്കൻ ശൈലി എന്ന് പറയുന്നത് പാഡൺ എന്നുള്ളത് മാത്രം പറയുന്നുള്ളതാണ്. പാഡൺ, വാട്ട്, എന്താ നിങ്ങൾ പറഞ്ഞത് അല്ലേ? പാഡൺ. അപ്പൊ ക്ഷമിക്കണം എന്നുള്ള അർത്ഥമാണ്, ആ രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി ഇത് തന്നെ വളരെ മാന്യമായ രീതിയിൽ ഒരാൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് വിരോധം അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാൻ പറ്റുമോ എന്നുള്ളത് വളരെ പൊളൈറ്റ് ആയിട്ട് പറയുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ്? വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ്? അതൊന്നുകൂടെ പറയുന്നതിൽ വിരോധമില്ലല്ലോ, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റുമോ? വളരെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയാണ് അല്ലേ. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ്? അതൊന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ, കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇനി അത് സാധാരണ രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന രീതിയാണെങ്കിൽ, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് അങ്ങനെ പറയാം, പക്ഷെ മറ്റുള്ള എല്ലാവരോടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരോടും പറയുന്ന ശൈലി എന്ന് പറയുന്നത് വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ്? അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ, ആ രീതിയിലാണ്. ഫ്രണ്ട്സിനോടാണെങ്കിൽ ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എഗെയിൻ? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്? അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലും അങ്ങനെ നമുക്ക് മനസ്സിലായില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, ഭയങ്കരമായിട്ട് നമ്മൾ ക്യൂരിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയാണ്, വാട്ട് യു മീൻ? വാട്ട് ഡു യു മീൻ? നീ എന്താണ് ഈ പറയുന്നത്? നീ എന്താ ഉദ്ദേശിച്ചത്? വാട്ട് യു മീൻ? കൂടുതലായിട്ട് പറയൂ, എനിക്ക് ഇത് മനസ്സിലായില്ല, ഞാൻ ആകെ ഷോക്കായി പോയിട്ടുണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാ അർത്ഥവും കൂടെ ഇവിടെ വരുന്നുണ്ട്, ആ സാഹചര്യത്തിനനുസരിച്ചാണ്. വാട്ട് യു മീൻ? നീ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് യു മീൻ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയും പറയാന്നുള്ളതാണ്. മറ്റൊരു ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഐ എം നോട്ട് ഷുവർ ഐ ഫോളോ യു. ഐ എം നോട്ട് ഷുവർ ഐ ഫോളോ യു. നീ പറയുന്നത് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തൊക്കെയോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ ഐ എം നോട്ട് ഷുവർ. ഞാൻ മനസ്സിലാക്കിയതൊക്കെ ശരിയാണോ എന്ന്, മനസ്സിലാക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഐ എം നോട്ട് ഷുവർ ഐ ഫോളോ യു. നിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ, നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എന്തൊക്കെയോ കേൾക്കുന്നു. ഇങ്ങനെ പൊളൈറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇത് തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഇൻഫോർമൽ ആയിട്ട് പറയാൻ പറ്റും, ഐ കാൺട്ട് ഫോളോ യു. ഐ കാൺട്ട് ഫോളോ യു. നീ പറയുന്നൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞേ, ഐ കാൺട്ട് ഫോളോ യു. എനിക്ക് നിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പൊളൈറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മാറ്റം വരുത്തിയിട്ട് ഐ എം നോട്ട് ഷുവർ ഐ ഫോളോ യു എന്നുള്ള രീതിയിലാക്കിയിട്ട് പറയാന്നുള്ളതാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ നമുക്ക് എഴുതി തരുമൊക്കെയാണ്. ഇപ്പോൾ ഒരാൾ എക്സാം എഴുതി ഒരു പേപ്പറിൽ നമുക്ക് അസൈൻമെന്റ് എഴുതി തന്നു, അല്ലെങ്കിൽ ഒരു കാര്യം എഴുതിയിട്ടൊക്കെ തരികയാണ്, അല്ലെങ്കിൽ ഇത്തിരി കോംപ്ലക്സ് ആയ രീതിയിൽ നമുക്ക് വിശദീകരിച്ച് തരികയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചോദിക്കും, കുഡ് യു എക്സ്പ്ലെയിൻ? കുഡ് യു എക്സ്പ്ലെയിൻ? ഇതൊന്ന് വിവരിച്ച് തന്നെ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലോ, കുഡ് യു എക്സ്പ്ലെയിൻ? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് ഡിഡ് യു ഡു? നീ എന്താണ് ചെയ്തതെന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ? കുഡ് യു എക്സ്പ്ലെയിൻ ദിസ്? എന്താണ് ഈ സംഭവം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ഒരാൾക്ക് സാധാരണ 1000 രൂപ കറണ്ട് ബില്ല് വരുന്നതാണ്, ഒരു മാസം 2500 രൂപ വന്നു, അയാൾ ആകെ ഷോക്കായി പോയി. അയാൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നിട്ട് ചോദിക്കുന്ന ആ ഒരു സംഭവം ഓർത്താൽ മതി അല്ലേ. കുഡ് യു എക്സ്പ്ലെയിൻ ദിസ്? മാഡം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ, എന്താ ഈ ബില്ലിൽ വന്നിരിക്കുന്നത് പറയ് അല്ലേ. അപ്പൊ കുഡ് യു എക്സ്പ്ലെയിൻ ദിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഫൈനലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്, സോറി വാട്ട്? സോറി വാട്ട്? എന്താ പറഞ്ഞത്? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. ചിലപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ ആ പറഞ്ഞത് അയാൾ അതിരി കടന്നിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പറയാൻ പാടില്ലാത്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റുന്നതാണ്, സോറി വാട്ട്? പറയാൻ പാടില്ലാത്തൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതാണ്, സോറി വാട്ട്? എന്താ പറഞ്ഞത്?
അല്ലെ? ആ രീതിയിൽ നമുക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഒരാളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിലൊക്കെ തന്നെ ആളുകൾക്കനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.